ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നൊരു പ്രസംഗം നടത്തി. പോകുന്ന വഴിക്ക് വാക്കൌട്ട് പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, ഈ ഫിനാൻസ് ബില്ലിലെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യം ഒളിച്ചാണ് കടത്തിയത്. അതുകൊണ്ട് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ മനസ്സിലായില്ല ഇങ്ങനെ ഒരു ഫിനാൻസ് ബില്ല് വരും, അതിൻ്റെ അകത്ത് ഇതുണ്ടാവുമെന്ന്. സർ, എന്നാണ് സർ ബജറ്റ് അവതരിപ്പിച്ചത്? ബജറ്റ് 19/6/2026 അല്ലേ? ഈ മാസം 19-ാം തീയതി. ആ ബജറ്റിലാണ് ഈ നികുതി നിർദ്ദേശം വരുന്നത്. ആ ബജറ്റിലാണ് നികുതി നിർദ്ദേശം വരുന്നത്. സർ, എന്നാണ് BSE കൂടുന്നത്? 23/6-നാണ് BSE കൂടുന്നത്. അപ്പൊ BSE കൂടി ഫിനാൻസ് ബില്ലിന്റെ കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ ഫിനാൻസ് ബില്ലിൽ ബജറ്റിലെ നികുതി നിർദ്ദേശം വരുമെന്ന് അറിയാത്ത ആളാണോ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവ്? ആണോ? ബജറ്റിൽ വരുന്ന നികുതി നിർദ്ദേശങ്ങൾ, നികുതി ഇളവുകളും നികുതി നിർദ്ദേശങ്ങളും ഫിനാൻസ് ബില്ലിൽ വരും എന്നറിയാത്ത ഒരാളാണോ 10 വർഷം കേരളം ഭരിച്ചത്? എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്നിട്ട് ഒളിച്ചു കടത്തിയെന്ന് ഈ ഫിനാൻസ് ബില്ലിൽ ഈ വിഷയം ഫിനാൻസ് ബില്ലിൽ ഒളിച്ചു കടത്തിയതല്ല, ബജറ്റിൽ അവതരിപ്പിച്ചാണ് ടാക്സ് നിർദ്ദേശം. ഞാൻ അതിന്റെ സാഹചര്യങ്ങൾ ബജറ്റിന്റെ സമാപന പ്രസംഗത്തിൽ ഞാനൊന്ന് പറഞ്ഞു. അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്കൌട്ട് ചെയ്യുന്നത് എനിക്കറിയാം. ഞാനത് ഒന്നുകൂടി പറയുമെന്നറിയാം. എന്നാലും റെക്കോർഡിൽ കിടക്കട്ടെ, പറഞ്ഞിട്ട് പോയതല്ലേ. ഈ ഫയൽ ആരംഭിക്കുന്നത് 16/11/2021. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സെക്രട്ടറിയുടെ ഒരു കുറിപ്പുണ്ട്. കുറിപ്പ് എന്താണെന്നറിയാമോ? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ലഭ്യത പ്രോത്സാഹിപ്പിക്കണമെന്ന് ഇക്കാര്യത്തിൽ നിയോഗിച്ചിട്ടുള്ള AP ഉദയഭാനു കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. വിൽപ്പന കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ മുഖേന ആയതിനാൽ നിശ്ചിത പ്രായപരിധിക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. നമ്മുടെ കാലത്തല്ല, 2021. ആയതിനാൽ ഇത്തരം മദ്യം ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാകുമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാത്തതാണ്. വീര്യമുള്ള മദ്യത്തെ പോലെ ആരോഗ്യത്തെ കൂടുതൽ ഹാനികരമായി ബാധിക്കുമെന്നും കാണുന്നില്ല. ടൂറിസം, IT മേഖലകളിൽ ഉണർവുണ്ടാക്കുന്നതിനും സഹായകരമാണ്. സർ, ഈ നോട്ട് 4-ലെ ഖണ്ഡിക 4 കാണുക. ഇതിൽ പറയാണ്, ബക്കാടി ഇന്ത്യ, STF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി അവതരിപ്പിക്കുക. നോട്ട് 47, അന്നത്തെ മന്ത്രി MP ഗോവിന്ദൻ ചട്ടഭേദഗതിയുടെ കരട് അംഗീകരിച്ചു. 25/7/2022 നോട്ട് 63, നോട്ട് 70 കരട് ചട്ടഭേദഗതി സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് നൽകാനുള്ള അംഗീകാരം MP ഗോവിന്ദൻ മന്ത്രിയായിരിക്കുമ്പോൾ നൽകി. ചട്ടം രൂപീകരിക്കേണ്ട സാഹചര്യം വിശദീകരിക്കുന്ന കുറിപ്പ് ആരുടെയാണ്? MP ഗോവിന്ദന്റെ കുറിപ്പ്. സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ച കുറിപ്പ് ഞാൻ വായിക്കാം. അങ്ങനെ